ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് 150-ലധികം സൈനികരെ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട്. പാകിസ്ഥാനിലെ പ്രമുഖ മാധ്യമം സമ ടിവിയാണ് രേഖകൾ സഹിതം വാർത്ത നൽകിയത്. സമ്മർദ്ദം ശക്തമായതോടെ സമ ടിവി ഈ റിപ്പോർട്ട് പിന്നീട് പിൻവലിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് ഭാരതം മറുപടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലും സൈനിക താവളങ്ങളിലും കനത്ത പ്രഹരമേൽപ്പിച്ചിരുന്നു. എന്നാൽ നാശനഷ്ടത്തിന്റെ യഥാർത്ഥ കണക്കുകൾ പുറത്തുവിടാൻ പാകിസ്ഥാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഭാരതവുമായുള്ള സംഘർഷത്തിൽ ജയിച്ചുവെന്ന് സ്വന്തം ജനതയെങ്കിലും വിശ്വസിപ്പിക്കാനുള്ള പ്രചാരണങ്ങളായിരുന്നു പാകിസ്ഥാൻ സൈനിക മേധാവിയും ഭരണകൂടവും നടത്തിയത്. ഇതിനിടയിലാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ 155 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്. പാകിസ്ഥാനിലെ പ്രമുഖ മാധ്യമം സമ ടിവിയാണ് രേഖകൾ സഹിതം വാർത്ത നൽകിയത്. സമ്മർദ്ദം ശക്തമായതോടെ സമ ടിവി റിപ്പോർട്ട് പിൻവലിച്ചു. ആദ്യം പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളിലും പിന്നീട് വ്യോമതാവളം ഉൾപ്പെടെ സൈനിക കേന്ദ്രങ്ങളും ഭാരതത്തിന്റെ മിസൈലുകൾ അടിച്ചു തകർത്തിരുന്നു. ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനകളുടെ പരിശീലന കേന്ദ്രങ്ങളും കമാൻഡർമാരും കൊല്ലപ്പെട്ടു. ഇതിനിടയിലാണ് പാകിസ്ഥാന്റെ 155 സൈനികരും ഓപ്പറേഷൻ സിന്ദൂരിൽ നഷ്ടമായെന്ന് പാക് മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്തത്. ജനം, ഡൽഹി.